ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അത് ഞാനൊരു പരീക്ഷണം പോലെ ചെയ്തതാണ്, വേറൊരു വീഡിയോ കണ്ട് ചെയ്തതാണ്. അത് ചെയ്തത് സക്സസ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ എനിക്ക് എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഇനിയും തുടർന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോയിൽ തുടർന്ന് കാണിക്കുകയാണ്. നല്ല രീതിയിൽ സക്സസ് ആയി. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അതിലോരോ പരീക്ഷണങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം ഞാനത് ഷെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, മത്തങ്ങ ഇങ്ങനെ പടർന്ന് വരുന്നതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ മണ്ണിൽ കിടക്കുന്ന ചില ഭാഗത്ത് വേര് വരാം, ചില ഭാഗങ്ങളിൽ വേര് വരും. അപ്പോഴവിടെ നമ്മൾ ഇതുപോലെ ചെടിച്ചട്ടിയിൽ മണ്ണും ചകിരിച്ചോറും അല്പം ചാണകപ്പൊടിയും വേണമെങ്കിൽ ഇച്ചിരി ഒരു ലേശം വെല്ലുപൊടിയും കൂടി ഞാനിട്ട് മിക്സ് ചെയ്ത് ഞാൻ വേരിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തൊരു 2 ആഴ്ച ആയപ്പോഴത്തേക്ക് അതിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതുപോലെ ആൺപൂക്കളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിലെ മാറ്റം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കായ്കളുണ്ടായി. കണ്ടോ, കായ്കൾ ഉണ്ടാകുന്നത് കൂടാതെ നിറയെ കായ്കൾ ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. കണ്ടോ, നിറയെ കായ്കൾ ഇങ്ങനെ ഉണ്ടാകുന്നു. 1 2 3, പിന്നെ മണ്ടയിലോട്ട് വീണ്ടും കായ്കൾ വരുന്നു. ഒരുപാട് പടരാതെ തന്നെ അതിൽ കായ്ഫലങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മത്തങ്ങ ആയാലും മറ്റുള്ള കൃഷികൾക്കായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഇങ്ങനെ പൂവിനടുത്ത് വേറൊരു പൂവായിട്ട് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ആ എനർജി കൂടി അതിന് കിട്ടും. ഇല്ലെങ്കിൽ ഈ പൂക്കൾ അതിൻ്റെ എനർജി പിടിച്ചെടുക്കും. സുഹൃത്തുക്കളെ, ഇത് ബട്ടർ നട്ടാണ്. ഇതിൽ നമ്മളിപ്പം മത്തങ്ങ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കവറിട്ട് മിക്കതിലും കായ്ച്ചയുടെ ശല്യം വരുമ്പോൾ കവറിട്ട് കൊടുക്കേണ്ട സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല. ഇതിപ്പോൾ പോളിനേഷൻ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാകുമ്പോഴാണ് നമ്മൾ കവറിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആയതിന് ഞാൻ കവറിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അതും കൂടി സുഹൃത്തുക്കളെ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഓരോ വീഡിയോകൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.